Hey guys, last we discussed the mission and the destiny of the French nation, and today we discuss a civil code of 1804. 1804 സിവിൽ കോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സിവിൽ കോഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1804 ബൈ നെപ്പോളിയൻ. 1804 നെപ്പോളിയനാണ് സിവിൽ കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഓൾസോ നോൺ ആസ് ദി നെപ്പോളിയൻ കോഡ്. നമ്മുടെ നെപ്പോളിയൻ ബൊണാപ്പാർട്ട്, നെപ്പോളിയൻ്റെ ഫുൾ നെയിം അല്ല, നെപ്പോളിയൻ ബൊണാപ്പാർട്ട് പബ്ലിഷ് ചെയ്ത ഈ സിവിൽ കോഡിനെ നെപ്പോളിയൻ കോഡ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ദിസ് കോഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് ഓൾ ദ പീപ്പിൾ ബിഫോർ ദി ലോ. നമ്മൾ എപ്പോഴും പറയുന്നൊരു സെൻറ്റൻസാണ്, നമ്മൾ നിയമത്തിന് മുൻപിൽ എല്ലാവരും ഈക്വലാണെന്ന് പറയില്ലേ. അതിപ്പോൾ ആ ഒരു സെൻറ്റൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു പേജിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓൾ ദ പീപ്പിൾ ബിഫോർ ദി ലോ, എല്ലാ ആളുകളും നമ്മുടെ ലോയുടെ മുൻപിൽ നമ്മളെല്ലാവരും ഈക്വലാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നുള്ള ഒരു പ്രിൻസിപ്പിള് സിവിൽ കോഡിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. റൈറ്റ് ടു പ്രോപ്പർട്ടി, നമ്മളെ പാരൻസിൻ്റെ, നമ്മുടെ ഫാദറിൻ്റെ, മദറിൻ്റെ ഒക്കെ പ്രോപ്പർട്ടി, അതുപോലെ നമ്മുടെ കൺട്രിയിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോപ്പർട്ടി, ഇതെല്ലാം നമുക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടിക്കുള്ള റൈറ്റ് ബൊണാപ്പാർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ പ്രിവിലേജസ് എൻജോയ് ബൈ ദ പീപ്പിൾ ഓഫ് ഹൈ ബർത്ത് ആൻഡ് ക്ലാസ് അബോളിഷ്ഡ്. അതിൻ്റെ കൂടെ തന്നെ എന്തും ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹൈ ബർത്ത് ആൻഡ് ക്ലാസ്, ഹൈ കാസ്റ്റ്, ഹൈ റീജിയൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈ ക്ലാസ്സിലുള്ള ഹൈ ബർത്തായിട്ട് അവർ ജനിക്കുമ്പോൾ തന്നെ നല്ല റിച്ച് ഫാമിലി ആയിട്ട് ജനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അവർക്ക് പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന റൈറ്റ്സും കാര്യങ്ങളും, അതുപോലെ പ്രിൻസിപ്പിൾസും ലോസും റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സിവിൽ കോഡ് വന്നതോടുകൂടെ അവോയ്ഡ് ചെയ്തു. അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, അബോളിഷ്, അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദ റീസൺ ഓൾ ദ പീപ്പിൾ ബിഫോർ ദി ലോ, എല്ലാ ആളുകളും ലോക്ക് മുൻപിൽ ഒരുപോലെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹൈ ക്ലാസ്സിലുള്ള, ഹൈ കാസ്റ്റിലെ, ഹൈ ബർത്തൊക്കെയുള്ള ആളുകളെ അവർക്ക് സ്പെസിഫിക് ഓപ്പർച്യൂണിറ്റീസ്, സ്പെസിഫിക് ആയിട്ടുണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ എല്ലാം അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ലോക്കൽ പോപ്പുലേഷൻ ടേൺ ടു ഹോസ്റ്റിലിറ്റി ബിക്കോസ് ഹേ വർ ലൂസിങ് പൊളിറ്റിക്കൽ ഫ്രീഡം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവിടുത്തെ ആളുകൾക്ക് അവരുടെ പൊളിറ്റിക്കൽ ഫ്രീഡം ലോസ്റ്റ് ആയി പോകുമോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവിടുത്തെ ആളുകൾക്ക് അവരുടെ ഫ്രീഡം ലോസ്റ്റ് ആയി പോകുമോ എന്നുള്ള ഒരു പേടി അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിറ്റ്വീനിലായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ഒരുപാട് സിവിൽ കോഡ് വന്നതിന് ശേഷം ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ പിറകിൽ എന്തുണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് ഇവരുടെ പൊളിറ്റിക്കൽ ഫ്രീഡം ലോസ്റ്റ് ആയി പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി ഇവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ജസ്റ്റ് ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ്, ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂഷനാണ് കേട്ടോ സിവിൽ കോഡിൻ്റെ. ഇൻക്രീസ് ടാക്സേഷൻ ആൻഡ് സെൻസർഷിപ്പ് ഔട്ട്വേ ദ അഡ്വാൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ്. ഇൻക്രീസ് ആയിട്ട് വരുന്ന ഡേ ടു ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ടാക്സ്, അതുപോലെ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു സ്പീച്ച് എന്നൊക്കെ പറയാം. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഒക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇതിലെല്ലാം കൺട്രോൾ ചെയ്യാം. ഇതിനാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് മെയിനായിട്ട് കിട്ടുന്നില്ല കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് ഇൻക്രീസ് ടാക്സേഷൻ, ടാക്സ് ഇൻക്രീസായി, അതിൻ്റെ കൂടെ തന്നെ സെൻസർഷിപ്പ്, ഒരുപാട് കാര്യങ്ങൾക്ക് കൺട്രോളും വന്നിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ടു സ്പീച്ചൊക്കെ പോലെ ഒരുപാട് നമ്മുടെ ഒപ്പീനിയൻസൊക്കെ പറയാനുള്ള കൺട്രോൾ വന്നിട്ടുള്ളത് നമ്മൾ അഡ്വാൻസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ്. അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭരണം ഭരിക്കുക എന്നൊക്കെ പറയുമല്ലോ. ഒരു കൺട്രി ഭരണം ചെയ്യുക അല്ലെങ്കിൽ ഭരിക്കുക എന്നൊക്കെ പറയുമല്ലോ.
അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, ഒരു കൺട്രി റൂൾ ചെയ്യുന്നതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു ഇൻക്രീസ് ടാക്സേഷൻ, സെൻസർഷിപ്പ്. ഇതെല്ലാം വന്നത് അഡ്വാൻറ്റേജിലേറെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടായിരുന്നു എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. Then the people were called upon to supply soldiers and forced recruitment in the rural areas caused widespread anger. അതായത് റൂറൽ ഏരിയാസിലൊക്കെയുള്ള ഹ്യൂമൻ ബീയിങ്സിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ചെയ്തിട്ട് റിക്രൂട്ട് ചെയ്യുകയാണ്. എന്തിന്? സാധാരണക്കാരുള്ള ഹ്യൂമൻ ബീയിങ്സിനെ പിടിച്ചിട്ട് അവർ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവരുടെ സമ്മതമൊന്നും ഇല്ലാതെ അവരെ ഫോഴ്സ് ചെയ്തിട്ട് സോൾജിയർ എന്നുള്ള പോസ്റ്റിൽ, മിലിറ്ററി എന്നുള്ള ഒരു പോസ്റ്റിലോട്ട് നോർമൽ ഹ്യൂമൻ ബീയിങ്സിനെ ഫോഴ്സ് ചെയ്തിട്ട് റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വന്തം അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലിയിലോട്ട് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അവിടുത്തെ ആളുകൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ആളുകൾക്കിടയിലൊക്കെ വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അവരുടെ ഇഷ്ടമില്ലാതെ ആളുകളോട് അവരുടെ ഒപ്പീനിയൻ ചോദിക്കാണ്ട് ഫോഴ്സ് ചെയ്തിട്ട് റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിൽ നാഷണലിസത്തിൻ്റെ മേക്കിംഗ് എങ്ങനെയായിരുന്നു? ദ നാഷൻ സ്റ്റേറ്റ് വർ ഇൻ യൂറോപ്പ് ബിക്കോസ് ഓഫ് നോ ഐഡൻറ്റിറ്റി കൾച്ചർ, കിങ്ഡംസ്, ഡച്ചീസ് ആൻഡ് കാൻറ്റൺസ്. യൂറോപ്പിൻ്റെ ബിഗിനിങ്സിൽ ആദ്യമുള്ള ടൈമിൽ, ഫസ്റ്റ് ടൈമിലൊക്കെ സെപ്പറേറ്റ് നേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ നേഷൻസ് ആയിട്ടോ കൺട്രീസ് ആയിട്ടോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നേഷൻസ് ആയിട്ട് സെപ്പറേറ്റ് പാർട്ടായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് സ്മോൾ കിങ്ഡംസ്, ഡച്ചീസ്, കാൻറ്റൺസ് പോലെയുള്ള ചെറിയ ടെറിട്ടറീസ് പോലെയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പീപ്പിൾ റിസൈഡിങ് ഡിഫറെൻറ്റ് ഏരിയാസ് സ്പോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ഡിഫറെൻറ്റ് ഏരിയാസിലുള്ളവരൊക്കെ ഡിഫറെൻറ്റ് ലാംഗ്വേജാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മലപ്പുറം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഏരിയയിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിസ്ട്രിക്റ്റിൽ മലയാളം സംസാരിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ എങ്ങനെയായിരുന്നു? യൂറോപ്പിലൊക്കെ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ളവർ ഡിഫറെൻറ്റ് ലാംഗ്വേജാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. ദ ഹബ്സ്ബർഗ് ദാറ്റ് റൂൾഡ് ഓവർ ഓസ്റ്റ് ആൻഡ് ഹംഗറി, അതിനൊരു എക്സാമ്പിളാണ് കേട്ടോ. ഓഫൺ ദ സ്പോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ലൈക്ക് ജർമ്മൻ, ഇറ്റാലിയൻ, മജ്യാർ, പോളിഷ്. ജർമ്മൻ, ഇറ്റാലിയൻ, മജ്യാർ, പോളിഷ് എന്ന് പറയുന്ന ലാംഗ്വേജസ് ഒക്കെയാണ് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ദേ ഹാഡ് നോ പൊളിറ്റിക്കൽ യൂണിറ്റ്. അവർക്കൊരു പൊളിറ്റിക്കൽ യൂണിറ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊരു പൊളിറ്റിക്കലി ഉള്ള ഒരു റിലേഷനോ ഫ്രണ്ട്ഷിപ്പോ ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദി അരിസ്റ്റോക്രസി ആൻഡ് ദി ന്യൂ മിഡിൽ ക്ലാസ്. അരിസ്റ്റോക്രസി എന്താണെന്നും അതിന് മിഡിൽ ക്ലാസ്സിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അരിസ്റ്റോക്രസി എന്താണെന്നറിയോ? നമുക്ക് നോക്കാം. ദി ലാൻഡ് ഓണിങ് ക്ലാസ്, അതായത് ലാൻഡ് ഓണേഴ്സായിട്ടുള്ള ഹൈ ക്ലാസ്സിലുള്ളവരാണ് അരിസ്റ്റോക്രസിയിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല കേട്ടോ. സ്പോക്ക് ഫ്രഞ്ച് കണക്റ്റഡ് ബൈ ടൈസ് ഓഫ് മാരേജ്. ഫ്രഞ്ച് ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ് കൂടുതൽ ആളുകളും അവരുണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ എല്ലാവരെയും പോലെ മാരേജിലൂടെ നമ്മുടെ മാരേജ് കണക്ഷനിലൂടെ, വിവാഹബന്ധം എന്നൊക്കെ പറയുമല്ലേ, അതുപോലെ മാരേജിലൂടെയാണ് ഇവർ കൂടുതലായിട്ട് കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫാമിലീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂമറിക്കലി സ്മോൾ ഗ്രൂപ്പും പെസൻറ്റ്, അവരെങ്ങനെയാണ് സ്മോൾ ഗ്രൂപ്പാണ്. അവിടെയുള്ള ആളുകൾ നോക്കുമ്പോൾ ഒരു സ്മോൾ ഗ്രൂപ്പാണെങ്കിൽ കൂടി അതിൽ കൂടുതൽ ആളുകളും പെസൻസ് ആയിരുന്നു, ഫാമിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നവരായിരുന്നു. മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ മിഡിൽ ക്ലാസ്, അതിൽ തന്നെ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ മിഡിൽ ക്ലാസ്സിൽ ഉള്ള ആളുകളായിരുന്നു. The new social class emerged with the growth of towns and emergence of commercial classes. നമ്മുടെ ടൗൺസിൻ്റെയും അതുപോലെ കൊമേഴ്ഷ്യൽ ക്ലാസ്സസിൻ്റെ, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവർക്കിടയിൽ ന്യൂ സൊസൈറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി മേക്ക് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ടായെന്ന് പറയുന്നത്. ട്രേഡ് കാരണം, അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നുണ്ട്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, സിറ്റീസും ടൗൺസും ഒക്കെ ഡെവലപ്പ് ആകുന്നുണ്ട്, ഇൻക്രീസ് ആകുന്നുണ്ട്, പാർട്ടീഷൻസ് ഇൻക്രീസ് ആകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം റീസണായിട്ട് ന്യൂ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഐഡിയാസ് ഓഫ് നാഷണലി ഗെയിൻ ദ പോപ്പുലാരിറ്റി. ഇവരുടെ ഇടയിൽ തന്നെ മിഡിൽ ക്ലാസ് ആണെങ്കിലും പെസൻസ് ആണെങ്കിലും ഇവരുടെ ഇടയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും അല്ലേ. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഇവരുടെ നാഷൻസിന് വേണ്ടിയിട്ടുള്ള പുതിയ ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഈസ് വാട്ട് ഡിഡ് ലിബറൽസ് നാഷണലിസം സ്റ്റാൻഡ് ഫോർ. ലിബറലിസം എന്നുള്ളത് ലിബറലിസം നാഷണലിസത്തിൽ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്? ഓക്കെ, നാഷണലിസത്തിൽ ലിബറലിസം എന്നുള്ളത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലിബറലിസം സ്റ്റൂഡ് ഫോർ ഫ്രീഡം ഫോർ ദി ഇൻഡിവിജ്വൽസ് ആൻഡ് ഇക്വാലിറ്റി ഫോർ ഓൾ ലോ, പൊളിറ്റിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ. ലിബറലിസം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ, ഒരു സിറ്റിസൻ്റെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡത്തിനും അവരുടെ ലോസിന് മുൻപിൽ എല്ലാവരും ഈക്വലായിട്ട് കൊണ്ടുവരിക. അതായത് എക്കണോമിക്കലി, പൊളിറ്റിക്കലി, സോഷ്യലി ലോക്ക് മുൻപിൽ, അതായത് ബിഫോർ ദി ലോയുടെ മുൻപിൽ എന്താണ്, എല്ലാവരെയും ഇൻഡിപെൻഡൻ്റ്ലി ഫ്രീ ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലിബറലിസം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദ എൻഡ് ഓഫ് ഓട്ടോക്രസി ആൻഡ് ക്ലറിക്കൽ പ്രിവിലേജ്. നമ്മുടെ ഓട്ടോക്രസി, അതായത് പ്രത്യേകമായിട്ടൊരു സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ്, അവരുടെ ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക അല്ലേ, സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ ഈ ഭരണങ്ങൾക്കും, അതുപോലെ അത് ക്ലറിക്കൽ പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസിമാരെ പോലെയുള്ള വലിയ വലിയ മതപുരോഹിതർ എന്നൊക്കെ പറയും, വലിയ നമ്മുടെ ഉസ്താദന്മാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വലിയ വലിയ ആളുകളുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള മതത്തെ നയിക്കുന്ന വലിയ ആളുകളൊക്കെ, റിലീജിയനിൽ ബേസ് ചെയ്തിട്ടുള്ള വലിയ ആളുകളൊക്കെ അവർക്കൊക്കെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലോസൊക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വേണ്ട, എല്ലാവരും ഒരുപോലെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ത്രൂ പാർലമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷനിലും പാർലമെൻറ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ വർക്കേഴ്സിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ത്രൂ പാർലമെൻറ്റിൽ അതുപോലെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവിന് സ്പെസിഫിക് ആയിട്ടുള്ള എന്ത് വേണമെന്നുള്ളത് അവർക്ക് ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് ലിബറൽസ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദി എക്കണോമിക് സ്ഫിയർ ലിബറലിസം സ്റ്റൂഡ് ഫോർ ഓഫ് ദി മാർക്കറ്റ്സ് ആൻഡ് അബോളിഷൻ ഓഫ് സ്റ്റേറ്റ്. എക്കണോമിക്കലി, അതായത് എക്കണോമിക് സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീഡം, അതുപോലെ നമ്മുടെ ഫ്രീ മാർക്കറ്റ്സ്, ട്രേഡിൻ്റെ ആയിക്കോട്ടെ, ഫ്രീ മാർക്കറ്റ് പോലെയുള്ള സ്റ്റേറ്റിലെ കൺട്രോളും അതുപോലെ ടാക്സ്, ഇതിനെല്ലാം ഒഴിവാക്കണം എന്ന, ഫ്രീ മാർക്കറ്റ്, ടാക്സ്, ഇതെല്ലാം സ്റ്റേറ്റിൽ നിന്നും ഒഴിവാക്കണം, അബോളിഷ് ചെയ്യണം എന്നുള്ളതിന് ലിബറൽസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ. ഗുഡ്സിൻ്റെയും ക്യാപിറ്റലിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്, ട്രേഡിനൊക്കെ ഗവൺമെൻറ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന കൺട്രോൾസ് എല്ലാം ഒഴിവാക്കണം എന്നുള്ളത് ലിബറൽസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് ആൻഡ് ക്യാപിറ്റലൊക്കെ ട്രേഡ് ചെയ്യുന്നതിന്, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിനും ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനെല്ലാം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അബോളിഷ് ചെയ്യണമെന്ന് ലിബറൽസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോൾവറിൻ അബോളിഷ്ഡ് ടാരിഫ് ബാരിയേഴ്സ്, റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് കറൻസീസ് ടു 2 ആൻഡ് പ്രൊമോട്ടഡ് എ നെറ്റ്വർക്ക് ഓഫ് റെയിൽവേസ് ടു സ്റ്റിമുലേറ്റ് മൊബിലിറ്റി. സോൾവറിൻ എന്ന് പറയുന്നത് ഒരു കസ്റ്റംസ് യൂണിയനാണ് കേട്ടോ. ടാക്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റംസ് യൂണിയനാണ്. കസ്റ്റംസ് യൂണിയൻ എന്ത് ചെയ്തു, ടാക്സിൻ്റെ ബാരിയേഴ്സ്, അതിൻ്റെ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കറൻസീസിൻ്റെ ക്വാണ്ടിറ്റി, കറൻസീസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 2 എന്നുള്ള ഒരു നമ്പറിലോട്ട്, അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുന്നത് 2 എന്നുള്ള റുപ്പീസിലോട്ട്, 2 റുപ്പീസ് എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ റെയിൽവേ നെറ്റ്വർക്കൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് ആളുകളുടെയും അതുപോലെ ട്രാൻസാക്ഷൻസും ട്രേഡിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻസ് കൂടുതൽ ഈസി ആക്കിയിട്ടുണ്ടായിരുന്നു. റെയിൽവേസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് റെയിൽവേ നെറ്റ്വർക്ക് ഇൻക്രീസ് ആക്കിയിട്ട് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും അതുപോലെ ട്രാൻസാക്ഷൻസിൻ്റെയും ട്രേഡിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ ഈസി ആക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്.